ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഇന്ന് വന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലാരിറ്റി എന്ന ഈ ഒരു എഡിറ്റോറിയലിൽ നമുക്ക് ഈ ഗവർണറിൻ്റെ ഡിസ്ക്രിഷണറി പവേഴ്സിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന രണ്ട് ആർട്ടിക്കിളാണ്. ഒന്ന് ആർട്ടിക്കിൾ 200 ആർട്ടിക്കിൾ 201. ഈ രണ്ട് ആർട്ടിക്കിൾ ഗവർണറിൻ്റെ എന്ത് പവറിനെ കുറിച്ചിട്ടാണ് പറയുന്നത് നമുക്ക് നോക്കാം. അതായത് ആർട്ടിക്കിൾ 200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവർണറിൻ്റെ അസെൻറ്റ് ടു ദ ബില്ലാണ് പറയുന്നത്. ഗവർണറിന് ഒരു ബില്ലിൻ്റെ മുകളിൽ ഒപ്പുവെക്കാനുള്ള അധികാരം. ആർട്ടിക്കിൾ 201 ഗവർണർ റിസർവ് ദ ബിൽ ഫോർ പ്രസിഡൻറ്റ്. അതായത് ഈ ബില്ല് പ്രസിഡൻറ്റിന് വേണ്ടി റിസർവ് ചെയ്ത് വെക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ പ്രസിഡൻറ്റിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. പ്രസിഡൻറ്റിന് ആർട്ടിക്കിൾ 111 പ്രസിഡൻറ്റിനെ കുറിച്ച് പറയുന്നത്. അതായത് പ്രസിഡൻറ്റിന് ഒരു ബില്ല് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ അത് ഒപ്പുവെക്കാം, അസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് റീകൺസിഡർ ചെയ്യാൻ വേണ്ടി തിരിച്ചയക്കാം, അല്ലെങ്കിൽ അത് വീറ്റോ ചെയ്യാം. വീറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടൈപ്പ് വീറ്റോ ഉണ്ട്. ആബ്സല്യൂട്ട് വീറ്റോ, സസ്പെൻസീവ് വീറ്റോ, പോക്കറ്റ് വീറ്റോ. അപ്പോൾ ഇതും പറയുന്നത് ഈ ഒരു 111 ആർട്ടിക്കിളാണ്. പക്ഷേ റീകൺസിഡർ ചെയ്യാൻ വേണ്ടി തിരിച്ച് ലോകസഭയിലേക്ക് തന്നെ അയക്കുക എന്ന് പറയുന്നത് 2 ബില്ലുകൾക്ക് പറ്റില്ല. ഒന്ന് മണി ബില്ലും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ലും. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ലിനും മണി ബില്ലിനും റീകൺസിഡർ ചെയ്യാൻ വേണ്ടി അയക്കാൻ പാടില്ല. കാരണം മണി ബിൽ ഓൾറെഡി ലോക്സഭേൻ്റെ അനുവാദത്തോടെ ഇറക്കുന്നതാണ്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിന് അങ്ങനെ വെക്കാൻ പാടില്ല എന്ന് ഒരു അമെൻമെൻറ്റ് പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു 111 ആർട്ടിക്കിൾ. ഈ 111 ആർട്ടിക്കിളിനോട് നമ്മളൊരു 90 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് കിട്ടുക? 201 ആർട്ടിക്കിൾ കിട്ടും. 201 ആർട്ടിക്കിൾ എന്താണ്? ഗവർണറിൻ്റെ അസെൻ്റാണ്. അപ്പം പ്രസിഡൻറ്റും ഗവർണറുടെയും അസെൻ്റ് ഇങ്ങനെ ലിങ്കായിട്ട് പഠിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കോൺസെപ്റ്റാണ്.